പത്മരാജൻ പുരസ്കാരങ്ങൾ നടൻ മോഹൻലാൽ സമ്മാനിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസും പത്മരാജൻ ട്രസ്റ്റും സംയുക്തമായാണ് 34ാമത് പത്മരാജൻ പുരസ്കാരം സംഘടിപ്പിച്ചത്. പത്മരാജന്റെ 80ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച സാങ്കേതിക പ്രവർത്തകരെയും ആദരിച്ചു. മികച്ച നോവലിനുള്ള പത്മരാജൻ പുരസ്കാരം പട്ടുനൂൽപ്പുഴ എന്ന നോവലിന്റെ രചയിതാവ് എസ് ഹരീഷിനും, ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ഇടമലയിലെ യാക്കൂബ് എന്ന കഥയ്ക്ക് PS റഫീഖിനും ലഭിച്ചു. പത്മരാജൻ സാറിൻ്റെ പേരുള്ള പുരസ്കാരം കിട്ടാൻ മലയാളത്തിലെ എല്ലാ എഴുത്തുകാരും എല്ലാ ചലച്ചിത്ര പ്രവർത്തകരും ആഗ്രഹിക്കുന്നതാണ്. ഞാനും തീർച്ചയായിട്ടും അത് ആഗ്രഹിച്ചിരുന്നു. അത് ലഭിച്ചതിൽ വളരെ സന്തോഷം. പത്മരാജൻ സാറിൻ്റെ ആദ്യം ഞാൻ വായിക്കുന്ന കൃതി ഞാൻ ഗന്ധർവനാണ്. മാതൃഭൂമിയാഴ്ച പതിപ്പിൽ സീരിയലൈസ് ചെയ്ത് വന്നപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ പുറകോട്ട് സഞ്ചരിക്കുകയായിരുന്നു. സിനിമകളും ഏതാണ്ട് അതുപോലെ തന്നെയാണ് കണ്ടു തീർത്തത്. ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മികച്ച സംവിധായകനും തിരക്കഥയ്ക്കുമുള്ള അവാർഡ് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഫാസിൽ മുഹമ്മദിന് സമ്മാനിച്ചു. മൊമന്റോയും ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. യുവ എഴുത്തുകാരുടെ ശ്രദ്ധേയമായ ആദ്യ കൃതിക്ക് നൽകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ടെയിൽസ് ഓഫ് ഇന്ത്യ അവാർഡ് വൈറസ് എന്ന നോവലിലൂടെ ഐശ്വര്യ കമലയ്ക്ക് ലഭിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് വിമാനത്തിന്റെ ടെയിലിന്റെ മാതൃകയിൽ ക്രിസ്റ്റലിൽ രൂപകൽപ്പന ചെയ്ത അവാർഡ് ശില്പവും ജേതാവ് തെരഞ്ഞെടുക്കുന്ന ഏത് സ്ഥലത്തേക്കും തിരിച്ചുമുള്ള സൗജന്യ വിമാന ടിക്കറ്റുമാണ് അവാർഡ്. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടൻ മോഹൻലാലാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ഒരുപിടി മികച്ച ചിത്രങ്ങൾ തനിക്ക് സമ്മാനിച്ച എഴുത്തുകാരനും സംവിധായകനുമായ P. പത്മരാജനെ കുറിച്ചുള്ള ഓർമ്മകൾ നടൻ മോഹൻലാൽ പങ്കുവച്ചു. ഒരു വലിയ കലാകാരന് എന്നെപ്പോലൊരു കലാകാരൻ നിർബന്ധമായി നൽകേണ്ട മാനസ പൂജയായിട്ടാണ് ഈ ചടങ്ങിന് പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണത്തെ ഞാൻ കണക്കാക്കിയത്. ഈ നിയോഗം എന്നെ തേടി എത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കണക്കാക്കിയിരുന്ന പപ്പേട്ടൻ്റെ 80ാം ജന്മവാർഷിക വേളയിലെ പത്മരാജൻ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചടങ്ങിൽ പത്മരാജനൊപ്പം പ്രവർത്തിച്ച സാങ്കേതിക പ്രവർത്തകരെ ആദരിച്ചു. പുരസ്കാരം നേടിയ ഫെമിനിച്ചി ഫാത്തിമയുടെ പ്രദർശനവും നടന്നു. P. പത്മരാജന്റെ സിനിമകളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന വയലിൻ സോളോയും അരങ്ങേറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.